നിലവിലെ പ്രസിഡന്റ് ഷറഫുദ്ദീൻ കണ്ണത്തിനെതിരായ ആരോപണങ്ങളെ തുടർന്ന് KKMCCയിൽ ഉടലെടുത്ത വിഭാഗീയത ഈ വർഷം തുടക്കത്തിൽ ആരംഭിച്ച സംഘടനാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രൂക്ഷമായിരുന്നു. യൂണിറ്റ് ഏരിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ മറനീക്കി പുറത്തുവന്ന വിഭാഗീയത പലയിടങ്ങളിലും കയ്യാങ്കളിയുടെ വക്കിലെത്തിയിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളും കുവൈത്തിലെ KMCC ഭാരവാഹികളും പങ്കെടുത്ത യോഗത്തിൽ നിലവിലെ നേതൃത്വത്തെ തുടരാൻ അനുവദിച്ചുകൊണ്ട് ധാരണയിലെത്തിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ് എന്നിവരും KKMCC നേതാക്കളും പങ്കെടുത്ത യോഗത്തിലാണ് സംഘടനാ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. KKMCC ചെയർമാൻ നാസർ മഷൂർ തങ്ങൾ, പ്രസിഡന്റ് ഷറഫുദ്ദീൻ കണ്ണേത്ത്, ജനറൽ സെക്രട്ടറി ബഷീർ ബാത്ത, ട്രഷറർ H ഇബ്രാഹിംകുട്ടി എന്നിവരെ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ച് നടത്തിയ യോഗത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് വേണ്ടെന്നും സമവായത്തിലൂടെ നിലവിലെ നേതാക്കൾ തന്നെ തുടരാനുമായിരുന്നു ധാരണ. നാഷണൽ കൗൺസിലിൽ ഈ നിർദ്ദേശം അവതരിപ്പിച്ച് അംഗീകരിപ്പിക്കാനാണ് UAE KMCC നേതാവ് കൂടിയായ ഇബ്രാഹിം എളേറ്റിൽ കുവൈത്തിലെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി മാസങ്ങൾക്ക് മുമ്പ് കുവൈത്തിലെത്തിയ ഇദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നേതാക്കൾ കയ്യാങ്കളിയിലേർപ്പെട്ട സംഭവവും ഉണ്ടായിരുന്നു. പ്രസിഡന്റിനെ മാറ്റാതെ ഒത്തുതീർപ്പിനില്ലെന്നാണ് മറുചേരിയിലെ പ്രമുഖ നേതാവ് ഇന്ന് വ്യക്തമാക്കിയത്. അതിനിടെ ജനറൽ സെക്രട്ടറി പുതിയ സംവിധാനത്തിൽ തുടരാൻ കഴിയില്ലെന്ന നിലപാട് സംസ്ഥാന നേതാക്കളെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ നാളെ നടക്കുന്ന നാഷണൽ കൗൺസിൽ പ്രശ്നകലുഷിതമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ്.